2019 ഫെബ്രുവരി 2 മഹാരാഷ്ട്രയിലെ ചാഹർഡി എന്ന ഗ്രാമത്തിൽ 12 വയസ്സുള്ള ഒരു ബാലനെ കാണാതായി. സ്കൂളിൽ നിന്നും തിരിച്ചെത്തിയ വിദ്യാർത്ഥി ടോയ്ലറ്റിൽ പോകുന്നതിന് തൊട്ടടുത്തുള്ള കാടിനുള്ളിൽ പോയതാണ്. പോയതിനു ശേഷം അവനെ ഇതുവരെയും ആരും കണ്ടിട്ടില്ല. അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നരബലിയുടെയും ഗ്രാമമായിരുന്നു ചാഹർഡി ജില്ല. അവിടെ പലവിധത്തിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കാടിനുള്ളിൽ മൃഗങ്ങൾ അവനെ ആക്രമിച്ചതാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചപ്പോൾ വലിയൊരു സത്യം തന്നെ അവർ തിരിച്ചറിഞ്ഞു. അതെന്താണെന്നുള്ളത് ആ നാടിനെ തന്നെ നടുക്കിയിരുന്നു. മഹാരാഷ്ട്രയിലെ ചാഹർഡി ജില്ലയിലെ ദക്തു പട്ടേലിൻ്റെയും ഗീതാബായിയുടെയും മൂത്ത മകനായിരുന്നു 12 വയസ്സുള്ള മങ്കേഷ് പട്ടേൽ. ദക്തു പട്ടേൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. ദിവസവും കിട്ടുന്ന അവൻ്റെ വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ ആശ്രയം തന്നെ. അവൻ ദിവസവും ഗ്രാമത്തിന് പുറത്തുപോയാണ് ജോലി ചെയ്യുന്നത്. ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് ചിലപ്പോൾ 1-2 ദിവസത്തിലധികവും അവൻ ജോലി ചെയ്യുന്നുണ്ട്. ഗീതാബായി സാധാരണ ഒരു വീട്ടമ്മ, കുടുംബത്തിൻ്റെ കാര്യം നോക്കി നിൽക്കുന്ന എല്ലാവരെയും പോലെയുള്ള ഒരു സാധാ വീട്ടമ്മ. മങ്കേഷ് പട്ടേൽ എന്ന ബാലൻ അടുത്തുള്ള സ്കൂളിൽ പഠിക്കുകയാണ്. എല്ലാ ദിവസവും അവന് ക്ലാസ് ഉണ്ട്. 9 തൊട്ട് 4 വരെയാണ് സാധാരണ ദിവസങ്ങളിൽ അവന് ക്ലാസ് നടക്കുന്നത്. എന്നാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അവന് രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ്സുകളുള്ളൂ. ഒരു ദിവസം ശനിയാഴ്ച ഉച്ചയ്ക്കത്തെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അടുത്തുള്ള കാടിനുള്ളിൽ പ്രവേശിച്ചതാണ് അവൻ. അതിനുശേഷം അവിടെയുള്ള ആരും അവനെ ജീവനോടെ കണ്ടിട്ടില്ല. കാടിനുള്ളിൽ പോയിട്ട് മണിക്കൂറുകളിലേറെ അവനെ കാണാതായതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ അവനെ തിരക്കി കാടിനുള്ളിൽ പോയി. പക്ഷെ അവിടെയൊന്നും അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം അവൻ പറയാതെ കളിക്കാൻ പോയതാണോ എന്ന് സംശയം തോന്നിയ അമ്മ അടുത്ത് അവൻ കളിക്കുന്ന അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി അന്വേഷിച്ചു. അവിടെയും അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ കൂട്ടുകാരാണ് പറഞ്ഞത് അവൻ ക്രിക്കറ്റ് കളി കാണാൻ പോയതായിരിക്കുമെന്ന്. അവിടെയും ചെന്ന അമ്മ അവനെ കണ്ടെത്തിയില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ അച്ഛൻ മകനെ കാണാതായി ഭയപ്പെട്ട് നാടെങ്ങും തിരഞ്ഞിറങ്ങി. പക്ഷേ അവർക്കാർക്കും അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ അവർ പോലീസിന് പരാതി നൽകി. പോലീസിന് പരാതി നൽകിയപ്പോൾ തന്നെ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. സ്വാഭാവികമായും അവർ കാടിനുള്ളിൽ തന്നെയാണ് ആദ്യ അന്വേഷണം നടത്തിയത്. കാടിനുള്ളിൽ അവർ ഭയങ്കരമായി തപ്പിയെങ്കിലും അവർക്ക് തെളിവുകളൊന്നും ലഭിച്ചില്ല. അപ്പോഴാണ് അവർ ആ ഗ്രാമത്തിന്റെ കഥ അറിയാൻ തുടങ്ങിയത്. ആ ഗ്രാമത്തിൽ ആരും അറിയാതെ നടക്കുന്ന നിരവധി നരബലികളുണ്ട്. നിരവധി കുട്ടികളെ അതുപോലെ നരബലിക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. അവരുടെ കേസന്വേഷണം ആ വഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരുപക്ഷെ ആ നാടിന്റെ സത്യം അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു അത്. ഒരു സാധാരണ ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ CCTV-കളൊന്നുമില്ല. തൊട്ടടുത്ത പുതുതായി തുടങ്ങിയ ഒരു കടയിൽ ആകെയുള്ള ഒരു CCTV. ആ CCTV അന്വേഷിച്ച പോലീസുകാർ വളരെ വലിയ ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. ഒരു ഭിക്ഷാടനക്കാരനായ വൃദ്ധൻ ആ ഗ്രാമത്തിലേക്ക് കടക്കുകയും കടന്നപ്പോൾ കയ്യിൽ ഒന്നുമില്ലായിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു വലിയ സഞ്ചിയും കണ്ടു. പോലീസ് അധികം തന്നെ സംശയിക്കാതെ തന്നെ ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ച് അയാളെ തപ്പിയിറങ്ങി. എന്നാൽ അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമായിരുന്നു. ആ സമയം തന്നെ ഗ്രാമവാസിയായ ഒരാൾ പറഞ്ഞു, കുട്ടിയെ കാണാതായ ദിവസം എവിടെയോ ഒരു നരബലി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പോലീസ് അധികമൊന്നും ചിന്തിക്കാതെ തന്നെ ആ വൃദ്ധൻ തന്നെയാണ് പ്രതി എന്നുള്ള രീതിയിൽ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് വരെ പരാതികളുണ്ട്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കാടിനുള്ളിൽ ബാലന്റെ ഒരു കാൽപാദം ലഭിച്ചു. അത് ഈ കേസിന്റെ വിധി നിർണ്ണയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. പോലീസ് കോഡും ഡോഗ് സ്ക്വാഡും വന്ന് ആ കാൽപാദത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നെയുള്ള കേസുകൾ മുഴുവൻ. ആ കാൽപാദത്തിനെ അന്വേഷിച്ച് പോലീസ് എത്തിയത് മങ്കേഷിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ സ്വാഭാവികമാണല്ലോ അത്. ബാലന്റെ വീടായതുകൊണ്ട് പോലീസ് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. അതിനുശേഷം തലയില്ലാത്ത ഒരു ബാലന്റെ ശരീരം കാടിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മൃതശരീരത്തിലുള്ള വസ്ത്രം തിരിച്ചറിഞ്ഞ് അവൻ്റെ അമ്മ അത് മങ്കേഷ് തന്നെയാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവൻ്റെ തലയില്ലാത്ത മൃതശരീരം കണ്ട് ആ ഗ്രാമം തന്നെ ഒന്നടങ്കം സങ്കടത്തിലാഴ്പ്പെട്ടു. ഡോഗ് സ്ക്വാഡ് വീണ്ടും പരിശോധനയ്ക്കെത്തിയപ്പോൾ അപ്പോഴും ആ വീട്ടിലേക്ക് തന്നെയാണ് അതെത്തിയത്. ഒരുപക്ഷെ അവിടെയാണ് പോലീസിന്റെ നിഗമനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. പോലീസ് വീട്ടിൽ അന്വേഷിക്കാതെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ അന്വേഷിക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ
എന്തെങ്കിലും അസ്വാഭാവികതയായി എന്തെങ്കിലും നടക്കാറുണ്ടോ എന്നായിരുന്നു പോലീസ് അന്വേഷിച്ചിരുന്നത്. അങ്ങനെയുള്ള ആ അന്വേഷണത്തിൽ പോലീസിന് വളരെ വലിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ദക്തൂപട്ടിൽ പുറത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ദക്തൂപട്ടിലിന്റെ സഹോദരിയുടെ മകനായ സമാധാൻ പട്ടേൽ ഇടയ്ക്കിടയ്ക്കായി വീട്ടിൽ വരുമായിരുന്നു. പക്ഷേ അത് ദുർമന്ത്രവാദത്തിന് വേണ്ടിയൊന്നും അല്ലായിരുന്നു. അമ്മയുമായിട്ടുള്ള അവിഹിത ബന്ധമാണ് ആ കുട്ടീനെ ഇല്ലാതാക്കിയതെന്ന് പറയേണ്ടി വരും. സമാധാൻ പട്ടേലാണ് ആ കുട്ടിയെ ഇല്ലാതാക്കിയതിൻ്റെ പ്രധാന കാരണക്കാരൻ. ഒരുപക്ഷെ ഇതൊന്നും അറിയാതെ ആ അമ്മ അഭിനയിച്ച അഭിനയം ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ആ ഗ്രാമത്തിലുള്ള നിവാസികൾക്ക് ഇത്രയും നീചയായ ഒരു സ്ത്രീയെ കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അമ്മയും അമ്മയുടെ കാമുകനും ആ 12 വയസ്സുള്ള ബാലനെ ഇല്ലാതാക്കുകയായിരുന്നു. അന്ധവിശ്വാസത്തിന്റെ നരബലിയുടെയും പേരിൽ ഇല്ലാതാകുന്ന ജീവന് ഇത്തരത്തിലുള്ള നിരവധി കഥകൾ പറയാനുണ്ടാകും. ഒരുപക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടിയും വരും.